ഹലോ എല്ലാവർക്കും കുട്ടനാടൻ ടെക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിരിക്കുന്ന എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇപ്പം ഇത്ര പെട്ടെന്ന് ഞാൻ ഐഫോണൊക്കെ മേടിച്ചെന്ന്. ഇത് ഐഫോണൊന്നും അല്ല, ഇത് നമ്മുടെ MIയുടെ ഫോൺ തന്നെയാണ്. നമ്മൾ ഡെയിലി ഷൂട്ട് ചെയ്യുന്ന ആ ഫോൺ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ MIനെ നമ്മൾ ഐഫോണായിട്ട് കൺവേർട്ട് ചെയ്തേക്കുക. അപ്പം അത് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും MI തന്നെയാണ്. ഇപ്പം നമ്മൾ ഇതിനെ മൊത്തത്തിൽ ടോട്ടലി നമ്മൾ ഐഫോണായിട്ട് കൺവേർട്ട് ചെയ്തേക്കുക. ഇപ്പം നമ്മൾ അതിനകത്ത് iPhone XRൻ്റെ സിസ്റ്റമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അപ്പം അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റം മാറ്റാൻ വേണ്ടി ആദ്യം ഒരു വെബ്സൈറ്റിലോട്ടാണ് പോകേണ്ടത്. ആൻഡ്രോയിഡ് എക്സ് ഡ്യുവൽ ബൂട്ട് iOS യുവർ ആൻഡ്രോയിഡ് ഫോൺ. അപ്പോൾ ഇതൊരു വെബ്സൈറ്റാണ് ബേസിക്കലി. അപ്പം നമുക്ക് ഇത് അടിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ ആ വെബ്സൈറ്റ് കാണാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. നമുക്ക് മൊത്തം ഗിറ്റ്ഹബ് ഇത് കുറേ നമുക്ക് പ്രോസസ്സ് മൊത്തം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ കാണാൻ പറ്റും മിനിമം റിക്വയർമെൻറ്റ്സും അതൊക്കെ എഴുതിയിട്ടുണ്ട്. മിനിമം റിക്വയർമെൻറ്റ്സ് കിറ്റ്കാറ്റാണ്, ഇറ്റ് സേഫ്, ഇതിനകത്ത് റൂട്ടൊന്നും വേണ്ടെന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. 100% സേഫ് ഒക്കെ ആണെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബ്രൗസ് ടു ദിസ് പേജ് androidx.com. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് androidx.com കേട്ടോ. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡ്യുവൽ ബൂട്ട് iOS. ഇതാണ് നമ്മുടെ ബട്ടൺ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലേ നമുക്ക് നമ്മുടെ ഫോണിനെ iOS ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും നമുക്കിപ്പോൾ ഫോണിനെ നമുക്കിപ്പോൾ ഡ്യുവൽ ബൂട്ടിലോട്ട് മാറ്റാൻ പറ്റും. നോക്കാം നമുക്ക് നമ്മുടെ ഫോൺ iOS ആവുമോ ഇല്ലെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിപ്പം ഇത്ര ക്ലിക്ക് ചെയ്താലേ നമുക്കിപ്പം കാണാൻ പറ്റും ഇതിനകത്ത് പ്രോസസ്സ് ആവുമോ ഇല്ലെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഇങ്ങനെ കോഡിങ് നടന്നുകൊണ്ടിരിക്കുക, കുറേ ഈ ബൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം കാണാൻ പറ്റും നല്ല സ്പീഡിൽ ആ ബൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് നടന്നുകൊണ്ടിരിക്കുക നോക്കാൻ നമുക്ക് ലോഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ലോഡാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആൻഡ്രോയിഡ് എക്സ് എന്ന് എഴുതിയേക്കാൻ നമ്മുടെ ഒരു ലോഡിങ് ഇങ്ങനെ ലൈൻ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഡിങ് പോലെ കാണാൻ പറ്റും നമുക്ക്. ചിലപ്പോൾ ആ ലോഡ് മൊത്തം ആകുമ്പോഴായിരിക്കും നമ്മുടെ ഫോൺ iOS ആയി മാറുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം നമ്മുടെ ഫോൺ ആവുമോ ഇല്ലെന്ന്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോൺ ഇത്ര പെട്ടെന്ന് ഡ്യുവൽ ബൂട്ടായി ഇരിക്കുകയാണ്. അപ്പോൾ ഡ്യുവൽ ബൂട്ടല്ല, നമ്മുടെ ഫോൺ iOS ആയിട്ട് മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും മൊത്തത്തിൽ ഒരു ഫുൾ സ്ക്രീൻ നോട്ടിഫിക്കേഷൻ പാനൽ വരെ നമ്മുടെ iOS പോലെ ആയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത്രയൊക്കെ ഫോൺ എത്ര സെക്കൻഡ് സ്വിച്ച് ഓഫ് ആയില്ല, റീബൂട്ട് ആയില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ആ വെബ്സൈറ്റിൽ തന്നെ വരുവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാരണം നമ്മളൊരു പ്രാങ്കാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പ്രാങ്ക് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് ചെയ്യാം. അവരോട് പറയാം അവരുടെ ഫോൺ നമുക്ക് iOS ആക്കി മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോൺ മേടിച്ചിട്ട് ആ ഡ്യുവൽ ബൂട്ട് ക്ലിക്ക് ചെയ്തിട്ട് അയാളുടെ കൊടുത്തേക്കണം. അപ്പോൾ അയാളിപ്പം നോക്കിയിരിക്കും iOS ആയി മാറിയിരിക്കും. അയാളോട് പറഞ്ഞാൽ മതി ലോക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു iOS ആയിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ പ്രാങ്ക് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.